നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. തോൽവി തന്ന പാഠം. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ അന്തരീക്ഷം മുഖ്യ വിഷയമാക്കി VM സുധീരൻ പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് സംഘടനാ സംവിധാനം പുനഃക്രമീകരിക്കുമെന്ന് സുധീരൻ. പാർട്ടിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തും. നേതൃമാറ്റം സംബന്ധിച്ച് ചർച്ചകൾ നടന്നില്ലെന്നും KPCC അധ്യക്ഷൻ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധ റാലികൾ നടത്തും. മണ്ഡലാടിസ്ഥാനത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്നും സുധീരൻ. അതിനിടെ പിണറായി സർക്കാരിനും KPCC അധ്യക്ഷന്റെ വിമർശനം. EP ജയരാജനെ പോലുള്ള കായിക മന്ത്രിമാരെ മാറ്റണം. പരാജയങ്ങൾ ശാശ്വതമല്ലെന്നും സർക്കാരിന് സുധീരന്റെ ഒളിയമ്പ്. കാരണം ചികഞ്ഞ് CPM. വട്ടിയൂർക്കാവിലെ തിരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ CPM-ൽ തീരുമാനം. കോലിയക്കോട് കൃഷ്ണൻ നായർ അധ്യക്ഷനായ സമിതി പരാജയ കാരണം കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കും. ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് അപ്രതീക്ഷിതമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ്. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനത്തിനായി ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാന കമ്മിറ്റി ഈ മാസം 10, 11 തീയതികളിൽ. ഇടതു തരംഗം പ്രതിഫലിച്ച തിരഞ്ഞെടുപ്പിൽ പാർട്ടി 91 സീറ്റുകളോടെ അധികാരത്തിലെത്തിയെങ്കിലും വോട്ട് ശതമാനത്തിൽ കുറവുണ്ടായെന്ന് വിലയിരുത്തൽ. പലിശയിൽ ഇളവില്ല. മുഖ്യ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5%, റിവേഴ്സ് റിപ്പോ 6% തുടരും. ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്കുകളിലും മാറ്റമുണ്ടാകില്ല. നാണ്യപ്പെരുപ്പ നിരക്കിലെ വർധനയും ക്രൂഡ് ഓയിൽ വില $50 തിരിച്ചെത്തിയതും പലിശ നിരക്കിൽ തൽസ്ഥിതി തുടരാൻ ഇടയാക്കിയെന്ന് വിലയിരുത്തൽ. 2015 ജനുവരി മുതൽ കഴിഞ്ഞ ഏപ്രിൽ വരെ റിപ്പോ നിരക്കിൽ റിസർവ് ബാങ്ക് അനുവദിച്ചത് 1.5% ഇളവ്. അതേസമയം സെപ്റ്റംബറിൽ കാലാവധി അവസാനിക്കുന്ന ഗവർണർ രഘുറാം രാജൻ തൽസ്ഥാനത്ത് തുടരുമോ എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. പ്രധാനമന്ത്രിക്ക് രാജനെ നിലനിർത്തണമെന്ന നിലപാടാണെങ്കിലും പാർട്ടിക്കുള്ളിലെ എതിർപ്പ് തീരുമാനത്തിൽ നിർണായകമാകും. മെല്ലെ മെല്ലെ മഴത്തുടക്കം. വേനൽ മഴയ്ക്ക് തുടർച്ചയായി സംസ്ഥാനത്ത് കാലവർഷാരംഭം. അടുത്ത 48 മണിക്കൂറിനകം മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. പതിവിലും ദൈർഘ്യം പ്രവചിക്കപ്പെടുന്ന മഴക്കാലത്ത് വേഗമേറിയ കടൽക്കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴക്കാല ട്രോളിംഗ് നിരോധനം ഈ മാസം 15 മുതൽ ജൂലൈ 31 വരെ 47 ദിവസം. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള 61 ദിവസത്തെ നിരോധനം കേരളത്തിൽ നടപ്പാക്കുന്ന കാര്യത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ തീരുമാനം പിന്നീടുണ്ടാകും. ഹിലരിക്ക് ടിക്കറ്റ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഹിലരി ക്ലിന്റൺ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ട നിശ്ചിത പ്രതിനിധികളുടെ പിന്തുണ ഹിലരിക്ക് ലഭിക്കുമെന്ന് അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ട്. പ്രഖ്യാപനം കാലിഫോർണിയ, ന്യൂജേഴ്സി എന്നിവിടങ്ങളിലും മറ്റ് 4 സംസ്ഥാനങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഏതെങ്കിലും പ്രധാന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഒരു വനിത അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതാദ്യം. ഹിലരിയുടെ പ്രധാന എതിരാളിയായ ഡൊണാൾഡ് ട്രംപ് നേരത്തെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അന്തിമ തെരഞ്ഞെടുപ്പ് നവംബർ 8-ന്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണ്ണ ഗ്രാമിന് 2695 രൂപ. പവൻ 21,560 രൂപ. വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30-ന്. നമസ്കാരം.